ഒടുവിൽ പാകിസ്ഥാനികൾ ആ കാര്യം സമ്മതിച്ചു. എന്താണെന്നല്ലേ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാന്റെ നൂർഖാൻ എയർബേസ് ആക്രമിച്ച് തകർത്തു എന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷക്ദാർ പറഞ്ഞു. ഈ നൂർഖാൻ എയർബേസ് ഉള്ളത് റാവൽപിണ്ടിയിലാണ്. റാവൽപിണ്ടി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അതുപോലും പാകിസ്ഥാന് പ്രതിരോധിക്കാൻ പറ്റിയില്ല. ഒരു പത്രസമ്മേളനത്തിൽ നൂർഖാൻ എയർബേസ് തകർത്തു എന്ന് ഇഷക്ദാർ പറഞ്ഞു. ഇതിന്റെ പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇക്കാര്യം ഇതിനു മുന്നേ പാകിസ്ഥാന്റെ ഷെഹബാസ് ഷെരീഫ്, പ്രധാനമന്ത്രിയുടെ ഷെഹബാസ് ഷെരീഫ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. നൂർഖാൻ എയർബേസ് ഇന്ത്യ തകർത്തെന്ന്. അന്ന് ഇന്ത്യൻ വിമാനങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ച സമയത്ത് പാകിസ്ഥാൻ ചൈനീസ് വിമാനങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെന്നും എന്നാൽ അത് ഫലവത്തായില്ലെന്നും ഇന്ത്യ ആക്രമിച്ചു പോയെന്ന് പറഞ്ഞത്. അപ്പൊ ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങളോട് പറഞ്ഞോടെ പാകിസ്ഥാനികളെ. നൂർഖാൻ എയർബേസ് മാത്രമല്ല, നിങ്ങളുടെ റഹീം ഖാൻ എയർബേസും മുറീദ് കെ എയർബേസും ബോലാരി എയർബേസ്, ജക്കോബാബാദ്, ആരിഫ് വാല, അതിൽ ഷുക്കൂർ എയർബേസ്, ഇതൊക്കെ തകർത്തെന്ന് പറ. അതുകൂടാതെ നിങ്ങളെ 10 ടെററിസ്റ്റ് കേന്ദ്രങ്ങളും 17 വിമാനങ്ങളും ആക്രമിച്ച് തകർത്തെന്ന് പറ. ഇന്ത്യ 1.5 മണിക്കൂർ കൊണ്ട് പാകിസ്ഥാന്റെ വിമാനങ്ങളെ, പാകിസ്ഥാൻ എയർഫോഴ്സിനെ ചവിട്ടിക്കൂട്ടി മൂലക്കിരുത്തുക ചെയ്ത്. നിങ്ങളെ പറയുന്നത് വേൾഡ്സ് ബെസ്റ്റ് എയർഫോഴ്സ് എന്ന്, അല്ലെങ്കിൽ ഗ്ലോബൽ ഫയർ പവർ റാങ്കിൽ പാകിസ്ഥാന്റെ സ്ഥാനം 7ാണ്. 7ാം സ്ഥാനത്തുള്ള പാകിസ്ഥാന്റെ എയർഫോഴ്സിനെ ഇന്ത്യ 1.5 മണിക്കൂർ കൊണ്ട്, ഇന്ത്യൻ എയർഫോഴ്സ് 1.5 മണിക്കൂർ കൊണ്ടാണ് പാകിസ്ഥാൻ എയർഫോഴ്സ് തകർത്തത്. അതിനുശേഷം പാകിസ്ഥാൻ ഒരു വിമാനം പോലും പറന്നു വരുന്നിട്ടില്ല. അതാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആക്രമിക്കാൻ പറ്റാതിരുന്നത്. അത്രയേ ഉള്ളൂ പാകിസ്ഥാനെ. നിങ്ങളൊക്കെ ഇന്ത്യയോടും ചൈനയോടും റഷ്യയോടും അല്ലെങ്കിൽ അമേരിക്ക ഇവരൊക്കെ ഹെവി വെയിറ്റ് ആണ്. നിങ്ങൾക്ക് അതൊന്നും പറ്റിയ എതിരാളികളൊന്നും അല്ലാതെ. നിങ്ങൾക്ക് പറ്റിയത് വലിയ പപ്പുവ ഗിനിയോ അല്ലെങ്കിൽ വല്ല സൊമാലിയോ അല്ലെങ്കിൽ മൊനാക്കോടൊക്കെ കളിക്ക്. അത്രയേ ഉള്ളൂ നിങ്ങൾ. ഇത്ര സമ്മതിച്ച സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങളോട് സമ്മതിച്ചേക്ക്